അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. എന്താ ഇത്? നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. ഈ അഴിഞ്ഞാട്ടത്ത് കേട്ടിട്ടല്ലേ ഉള്ളൂ, നേരിട്ട് കണ്ടോ. ഫ്രോഡിനെ പിടിക്കാനാ അളിയ ഒരു മിനിറ്റ് ഒന്ന് കിടന്നേ. ഞാനെന്താ പറയണോന്ന് വിചാരിച്ചല്ലോ. കഞ്ഞി ഓടിച്ചോണ്ടിരിക്കും. എനിക്കെന്തേലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും. എനിക്കറിയാം സങ്കടമോ സഹതാപമോ ഒന്നും കാണണ്ട. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. വാസുനാരുടെ ഓശാരം വേണ്ടാ. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട. എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? എടാ പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല എന്നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. ഇവിടുത്തെ ദേവിയെ ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ ഇവനാ ഇത് വാങ്ങിയത്. അതെ നീയാണോ? അതെ ഞാനാണ്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ചതും. മാധവനാണല്ലേ? ഞാൻ കരുതി ആ കിഴക്കേടത്തെ തടിയ മാരനായിരിക്കും. അവസാനം കപ്പാരുടെ ഷെൽഫി ഇരിക്കുന്നത് കാണാം. കാണാനൊന്നുമില്ല. കപ്പും ഞങ്ങളുടെ ഷെൽഫിൽ തന്നെ ഇരിക്കും. പൈസ കൊടുത്ത് നല്ല കളിക്കാരെ വാങ്ങൂല, പിശുക്കന്മാര്. ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. പിന്നെ താനാരാ? അപ്പൊ ഞാൻ ആരാ നിങ്ങൾക്ക് അറിയണം. എന്നെ പറ്റി അറിയണോ? അത് നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം. ഫ്ലാഷ് ബാക്ക്. അവന്മാരെ ചൊറിഞ്ഞിട്ടൊന്നുകൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരുത്തന്റെ കയ്യിൽ നിന്ന് മിസ്സായ എന്തായാലും മറ്റവന്റെ കയ്യിൽ ചെന്ന് കൊടുക്കും. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകൂ. സ്റ്റീഫൻ. ഇനി ഞാൻ നോക്കിക്കോളാം. അല്ല, നാവിൽ അച്ചാർ വെച്ചതിന് താനെന്തിനാ മൂട്ടി തടവുന്നത്? ഉള്ളിക്കുടി കർഷം പോട്ടാ പട്ടി. നാരങ്ങ അച്ചാർ എടുക്കട്ടെ? അച്ചാറ് വായിൽ പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ഭാഗാച്ചാറുണ്ടാക്കിയേ. ഓൾഡ് ബാഗ് പിക്കിൾസ് എടുത്തുണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സ് വിളിക്കാത്ത ഒരു ഫോറിനേഴ്സ്. എടാ നീയൊക്കെ അമേരിക്ക പോയപ്പോൾ ഫോറിനേഴ്സ് എന്ന് വിളിക്കണ. പാമ്പും കോണിയിലെ 98 നിൽക്കുന്ന കരുവിന്റെ അവസ്ഥ എന്തറിയോ? ജയിക്കും വിചാരിക്കും. അപ്പോഴേക്ക് പാമ്പ് വന്ന് പിഴുങ്ങിട്ട് പിന്നെ 2ലേക്കാ പോകും. പിന്നെ എല്ലാം ആദ്യം പുതിയ തുടങ്ങണം. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഈ നാടൽപ്പം പെശക. ഞാനും അവസാനം നീ നേടിയല്ലേടാ. എടാ നമ്മളൊക്കെ ഒരു പരിപാടി അവതരിപ്പിച്ച പിന്നെ അങ്ങനെയല്ലേ. ഞാൻ പോട്ടെ. ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളർക്കിയ ചള്ള കുളിയോ നോക്കോ മേപ്പെട്ട്.